الحمد لله حمدا كثيرا طيبا مباركا فيه على آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون اتقوا الله عباد الله ഏറ്റവും സ്നേഹസമ്പന്നരായ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മെ ശ്രദ്ധിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കുവാൻ സദാ പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വിശ്വാസികളായ മുസ്ലിമീങ്ങളായ നമ്മൾ സമൂഹവുമായി ഇടകലർന്ന് ജീവിക്കുന്ന ആളുകളാണ്. ആ ഒരു സന്ദർഭത്തിൽ വിശ്വാസികളായ മുഅ്മിനുകളായ നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ടുന്ന മേഖലയാണ് മറ്റുള്ളവരെ നന്മയിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹ്ദാനിയത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും കടമയുമാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടങ്ങളിലൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു മേഖലയിൽ സഹിച്ച ത്യാഗങ്ങൾ, പ്രയാസങ്ങൾ എത്രയാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് എടുത്തു പറയുകയാണ്, വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്നൊരു സമൂഹം ഉണ്ടാകട്ടെ, നിങ്ങളിൽ നിന്നൊരു സമുദായം ഉണ്ടാകട്ടെ, യദൂന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, വയഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുകയും, വയൻഹൗന അനിൽ മുൻകർ, തിന്മ കണ്ടാൽ അതിനെ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം നിങ്ങളിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് പടച്ച റബ്ബ് നമ്മളോട് പറയുകയാണ്. വൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അക്കൂട്ടർ തന്നെയാണ് വിജയിച്ച ആളുകൾ എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ മേലുള്ള ബാധ്യത പോലെ നമുക്ക് നമ്മുടെ സമൂഹത്തോട്, നമ്മുടെ കുടുംബത്തോട്, നമ്മുടെ ഭർത്താവിനോട്, ഭാര്യയോട്, മക്കളോട്, അയൽവാസികളോട്, നിലാരംഭരായിട്ടുള്ള ആളുകളോട് നമുക്കുള്ള ബാധ്യതകളുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും വലിയ ബാധ്യതയാണ് ജനങ്ങളെ വഹ്ദാനിയത്തിലേക്ക് ക്ഷണിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമുക്ക് പടച്ച റബ്ബ് അവസരങ്ങൾ നൽകുന്നുണ്ടോ, ആ അവസരങ്ങളിലൊക്കെ നമ്മുടെ കുടുംബത്തെയും, നമ്മുടെ അഹ്ലീങ്ങളെയും, നമ്മുടെ നാട്ടുകാരെയും, നമ്മുടെ സഹോദരങ്ങളെയും ഒക്കെ നേരായ ചൊവ്വായ മാർഗത്തിലേക്ക് ക്ഷണിക്കുക. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ ഒരു ബാധ്യത എന്നുള്ളത് മറ്റുള്ളവരുടെ പ്രയാസങ്ങളെ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. എപ്പോഴും ഞാനും നിങ്ങളും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ കുടുംബം രക്ഷപ്പെട്ടല്ലോ, എൻ്റെ ഉമ്മ രക്ഷപ്പെട്ടല്ലോ, എൻ്റെ ഉപ്പ രക്ഷപ്പെട്ടല്ലോ എന്നല്ല.
മറിച്ച് എന്റെ കൂടപ്പിറപ്പ് ാണ് നിങ്ങൾ അയൽവാസികൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശം എന്താണ് പ്രിയപ്പെട്ടവരെ? യാ അബൂദർ ഇദാ തബഖത മറഖതൻ ഫഅക്സിർ മാഅഹാ. അബൂദറെ, ഈ കറി ഉണ്ടാക്കുകയാണെങ്കിൽ, ചാറുണ്ടാക്കുകയാണെങ്കിൽ നീ അതിൽ കുറച്ച് കൂടുതൽ വെള്ളം നീ ചേർത്തോ. എന്തിനു വേണ്ടിയിട്ടാ? നിന്റെ അയൽവാസിയെ നീ പരിഗണിച്ചോ എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളോട്, നമ്മുടെ ഭാര്യയോട്, നമ്മുടെ മാതാപിതാക്കളോട് നമുക്കുള്ള ബാധ്യതകൾ വ്യത്യസ്തമായ മേഖലകളിലൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയും പറഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയും. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. നിന്റെ റബ്ബിനോട് മാത്രമേ നീ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, ആ റബ്ബിനോട് മാത്രമേ നീ ആരാധിക്കുവാൻ പാടുള്ളൂ. അതിനുശേഷം അല്ലാഹു പറഞ്ഞതെന്താ? വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന്. പ്രിയപ്പെട്ടവരെ, ആ ബാധ്യത നമ്മൾ കൃത്യമായി കൊണ്ട് നമ്മൾ നിർവഹിക്കുക. അതുപോലെ തന്നെ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനാഥകളുടെ വിഷയത്തിൽ നമ്മളോട് സൂചിപ്പിച്ച കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമൂഹത്തിലുള്ള അനാഥകൾ എത്രയാണ്? കഴിഞ്ഞ പെരുന്നാളിന്റെ സുദിനത്തില് നമ്മൾ ഏറെ സന്തോഷിച്ചുവെങ്കിൽ, നമ്മുടെ മക്കൾക്ക് നമ്മൾ വസ്ത്രം എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ, സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അനാഥകളെ കൃത്യമായി കൊണ്ട് പരിപാലിക്കാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച എന്താണ് പ്രിയപ്പെട്ടവരെ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചൂണ്ടുവിരലും നടുവിരലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹാകദാ. ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗ്ഗത്തിൽ ഇപ്രകാരമായിരിക്കുമെന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് യതീമുകളോടുള്ള ബാധ്യത നമ്മൾ കൃത്യമായി കൊണ്ട് നമ്മൾ നിർവഹിക്കുക. അതുപോലെ തന്നെ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചല്ലോ, മൻ നഫസ അൻ മുഅ്മിൻ ഖുർബതൻ മിൻ ഖുറബി ദുനിയ. ഒരു മുസ്ലിമിന്റെ ഒരു പ്രയാസം, ഈ ദുനിയാവിലെ പ്രയാസം ആരെങ്കിലും എളുപ്പമാക്കി കൊടുത്താൽ, അത് ഏത് രൂപത്തിലാണെങ്കിലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമൽ ഖിയാമ. നാളെ പടച്ച റബ്ബ് പരലോകത്ത് അവന്റെ ഒരു പ്രയാസത്തെ അല്ലാഹു അവൻക്ക് എളുപ്പമാക്കി കൊടുക്കും. ഈ ദുനിയാവിലെ ഒരു വിശ്വാസിക്ക്, ഒരു മുസ്ലിമിന് നമ്മൾ അവന്റെ ഒരു പ്രയാസത്തെ നമ്മൾ എളുപ്പമാക്കി കൊടുത്താൽ, പ്രിയപ്പെട്ടവരെ, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസത്തെ മാറ്റി തരുമെന്നുള്ളതാണ്. അത് അല്ലാഹു നമ്മളോട് അറിയിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇത് ചെയ്യേണ്ട ആളുകൾ നമ്മളാണ്. അതുകൊണ്ട് ബാധ്യതകളെ കൃത്യമായി കൊണ്ട് നിർവഹിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ പരിശുദ്ധമായ ദീൻ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ മുറുകെ പിടിച്ച് ജീവിതത്തിൽ കൊണ്ടുവരുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أيها الناس أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുന്നു, ഗൗരവപൂർവ്വം വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ് തആവനു അലൽ ബിർരി വത്തഖ്വ. നിങ്ങൾ പുണ്യത്തിലും അതുപോലെ തന്നെ സൂക്ഷ്മതയിലും നിങ്ങൾ പരസ്പരം സഹായിക്കുകയും എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് കൊടുത്തും മറ്റുള്ളവനെ സഹായിച്ചും അവനെ പരിഗണിച്ചും അവനെ കണ്ടറിഞ്ഞും ഒരു ജീവിതത്തെ നീക്കിക്കൊണ്ടുപോകാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായാൽ, പ്രിയപ്പെട്ടവരെ, നമ്മളാണ് യഥാർത്ഥ മുഅ്മിൻ.
നമ്മളാണ് യഥാർത്ഥ മുസ്ലിം. അതിനാൽ സാമൂഹിക ബാധ്യതകളെ വ്യത്യസ്തമായ രൂപത്തിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. ഒരു ഹദീസിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്ത്. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേൽ 6 കടമകളുണ്ട് എന്നുള്ളത്. മുസ്ലിമാണോ അവൻക്ക് മറ്റൊരു മുസ്ലിമിന്റെ മേൽ 6 കടമകളുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, മാ കുന്ന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ അത് ഏതൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുകയാണ്, ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി. ഒന്നാമത്തെ കടമ എന്ന് പറഞ്ഞാൽ അവനെ നീ കണ്ടുമുട്ടിയാൽ അവനോട് നീ സലാം പറയുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ പണമോ സ്ഥാനമോ അധികാരമോ നമ്മൾ നോക്കാൻ പാടില്ല. ഞാനല്ലേ ഇവിടുത്തെ സമ്പന്നൻ, അവൻ എന്നോട് സലാം പറയട്ടെ എന്ന് ചിന്തിക്കണ്ട. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ ബാധ്യതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അവനെ നീ കണ്ടുമുട്ടിയാൽ അവനോട് നീ സലാം പറയുക എന്നുള്ളതാണ്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വഇദാ ദഅക ഫഅജിബുഹു. അവൻ നിന്നെ ക്ഷണിച്ചാൽ ആ ക്ഷണം നീ സ്വീകരിക്കുക. എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നിന്നെ ക്ഷണിച്ചാൽ ആ ക്ഷണം നീ സ്വീകരിക്കുക. എന്നാൽ അന്യമതസ്ഥരായിട്ടുള്ള ആളുകൾ അവരുടെ ആഘോഷങ്ങളിലേക്ക് നമ്മളെ ക്ഷണിച്ചാൽ നമ്മൾ എന്ത് പറയാൻ പാടില്ല? ഇൻഷാ അല്ലാഹ് ഞാൻ വരാം എന്നൊന്നും പറയാൻ പാടില്ല. കൃത്യമായി നമ്മൾ പറയുന്ന, സഹോദര അതിലെനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി കൊണ്ട് പറയുവാനുള്ള ഒരു അവബോധമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ എനിക്ക് കാസർഗോഡ് പോകാണ്ട് അല്ലെങ്കിൽ എനിക്ക് വേറൊരു പരിപാടിക്ക് പോകാണ്ട് എന്നൊന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഒഴിവാവുകയല്ല. കൃത്യമായി കൊണ്ട് നമ്മൾ അറിയിച്ചു കൊടുക്കുക. എന്നാൽ നമ്മുടെ ഒരു സഹോദരൻ നമ്മളെ വിളിച്ചാൽ, അവൻ നിന്നെ ക്ഷണിച്ചാൽ നീ ആ ക്ഷണം നീ സ്വീകരിക്കണം. അവൻ നിന്നോട് ഗുണകാംക്ഷ ആവശ്യപ്പെട്ടാൽ നീ അവനെ ഗുണകാംക്ഷിക്കണം. അതൊരു ബാധ്യതയാണ് പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ അവനെങ്ങാനും തുമ്മിയിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അവൻക്ക് വേണ്ടി നീ റബ്ബിനോട് നീ പ്രാർത്ഥിക്കണമെന്നാണ്. ഒരാൾ തുമ്മിയിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവൻക്ക് വേണ്ടി എന്ത് ചെയ്യണം? യർഹമുക്കല്ലാഹ് എന്ന് പറയണം, അല്ലേ? അപ്പൊ ആ വ്യക്തി യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും. പ്രിയപ്പെട്ടവരെ, ഈ ബാധ്യത കടമ നമ്മൾ ചെയ്യാറുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ചാമതായി പഠിപ്പിക്കുന്നു, പ്രിയപ്പെട്ടവരെ, വഇദാ മരിള ഫഅദുഹു. അവൻ രോഗിയായാൽ നീ അവനെ പോയി നീ സന്ദർശിക്കണം. ആ ബാധ്യതകൾ കൃത്യമായിട്ട് നിർവഹിക്കണം. വഇദാ മാത ഫത്തബിഉഹു. അവൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ജനാസയെ നീ പിന്തുടരണം. ഇത് 6 കടമകൾ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേലുള്ള കടമകളാണ് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഗൗരവത്തോടുകൂടി സാമൂഹിക ബാധ്യതകൾ ഉൾക്കൊള്ളുന്നതോടൊപ്പം വ്യക്തികളോടുള്ള, മുസ്ലിമീങ്ങളോടുള്ള, നമ്മുടെ സഹോദരന്മാരോടുള്ള കടമകളെയും കൃത്യമായി കൊണ്ട് നമ്മൾ നെഞ്ചിലേറ്റാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ യഥാർത്ഥമായ ദീനിനെ ശരിയായ രൂപത്തിൽ ജീവിതത്തിൽ ഉൾക്കൊള്ളുകൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കൃത്യമായ നല്ല ഒരു ലക്ഷ്യത്തോടുകൂടി അല്ലാഹുവിന്റെ വഹദാനിയത്തും ഈ രാജ്യത്തിന്റെ സ്വസ്ഥതയും ഇവിടുത്തെ സമാധാനവും ഇവിടുത്തെ നല്ല അന്തരീക്ഷവും പരിശുദ്ധമായ ദീൻ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ നിറമാർന്നുകൊണ്ട് ഇവിടെ ജീവിക്കുവാനുള്ള ഒരു സാധ്യതയും ഇതെല്ലാം ആഗ്രഹിച്ചും പ്രതീക്ഷിച്ചും അതിന്റെയൊക്കെ ആഗ്രഹത്തിന്റെ വിശാലതയും ഓർത്തുകൊണ്ട് വേണം പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ വോട്ട് ചെയ്യുവാൻ. നമ്മളൊക്കെ ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ആളുകളാണ്. നമ്മുടെ അഹ്ലീങ്ങളിൽപ്പെട്ട എല്ലാ അവകാശികളെയും, എത്ര ആളുകൾക്ക് വോട്ടുകളുണ്ടോ അവരെ എല്ലാവരെയും നമ്മൾ കൃത്യമായി കൊണ്ട് പങ്കെടുപ്പിച്ച് പോയി ആ വോട്ടുകൾ നമ്മൾ രേഖപ്പെടുത്തുക. അത് നമ്മുടെ മേലുള്ള ഒരു ബാധ്യത ആയിക്കൊണ്ട് തന്നെ നമ്മൾ കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ യഥാർത്ഥമായ ഇസ്സത്തോടുകൂടി ഈ നിറമാർന്ന ഈ അന്തരീക്ഷത്തിൽ ജീവിക്കുവാൻ നമുക്ക്
നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ പടച്ചറപ്പ് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അർഹമുർ റഹീമിനായ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.